ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് മുഴുവൻ കാർഡുടമകൾക്കും മാവേലി സ്റ്റോർ വഴി 25 രൂപയ്ക്ക് 20 കിലോ അരി കൂടി ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിക്കുന്ന ആദ്യ വീടെന്ന ബഹുമതി വേങ്ങേരിയിലെ മേടയ്ക്ക്. മദ്രസ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് കേരള മദ്രസ ടീച്ചേഴ്സ് യൂണിയൻ. ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 21 മുതൽ 23 വരെ കോഴിക്കോട് നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഓണക്കാലത്ത് മുഴുവൻ കാർഡുടമകൾക്കും മാവേലി സ്റ്റോർ വഴി 25 രൂപയ്ക്ക് 20 കിലോ അരി കൂടി ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ. എളേറ്റിൽ വട്ടോളി കൈതപ്പൊയിൽ മാവേലി സ്റ്റോറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പ് സാധ്യമാകാത്ത പദ്ധതികൾ സർക്കാർ ഈ ഓണക്കാലത്ത് സാധ്യമാക്കുമെന്നും ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ എളേറ്റിൽ വട്ടോളി മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോർ ആക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുഴുവൻ കാർഡുടമകൾക്കും ഈ ഓണക്കാലത്ത് മാവേലി സ്റ്റോറുകളിലൂടെ 25 രൂപയ്ക്ക് 20 കിലോ അരി ലഭിക്കും. നിലവിൽ ലഭിക്കുന്ന 8 കിലോ അരിക്ക് പുറമെയാണിത്. 349 രൂപയ്ക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ച സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ഈ മാസം അവസാനത്തോടെ വീണ്ടും കുറയ്ക്കും. ഓഗസ്റ്റ് 25 മുതൽ സപ്ലൈകോ മൊബൈൽ വണ്ടികൾ സാധനങ്ങളുമായി മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യും. കഴിഞ്ഞ മാസം 31 ലക്ഷം കുടുംബങ്ങൾ 168 കോടി രൂപയുടെ പലവ്യഞ്ജന സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിലൂടെ വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സാജിദത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VK അബ്ദുൾ റഹ്മാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ മംഗലങ്ങാട്ട് മുഹമ്മദ് മാസ്റ്റർ, വഹീദ കയ്യാലശ്ശേരി, ജസ്ന അസയിൽ, സപ്ലൈകോ റീജിയണൽ മാനേജർ ഷെൽജി ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ റസീന ടീച്ചർ, KK ജബ്ബാർ മാസ്റ്റർ, മുഹമ്മദ് അലി, KP വിനോദ് കുമാർ, പ്രിയങ്ക കരൂഞ്ഞിയിൽ, ജില്ലാ സപ്ലൈ ഓഫീസർ KK മനോജ് കുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കൈതപ്പൊയിൽ മാവേലി സൂപ്പർ സ്റ്റോറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മുന്നിസ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ഐസക്, ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക മംഗലത്ത്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബുഷ്ര ഷാഫി, വാർഡ് മെമ്പർമാരായ രാധ ടീച്ചർ, ഉഷ വിനോദ്, സംഘാടക സമിതി ചെയർമാൻ CM മുഹമ്മദ്, താലൂക്ക് സപ്ലൈ ഓഫീസർ C സന്തോഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിക്കുന്ന ആദ്യ വീടെന്ന ബഹുമതി വേങ്ങേരിയിലെ മേടയ്ക്ക്. CWRDM തയ്യാറാക്കിയ മേട കാർബൺ സന്തുലിത ഭവന റിപ്പോർട്ട് മേയർ ബീന ഫിലിപ്പ് പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിക്കുന്ന ആദ്യ വീടെന്ന ബഹുമതി വേങ്ങേരിയിലെ മേടയ്ക്ക്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനും വേങ്ങേരി നിറവ് റെസിഡൻസ് അസോസിയേഷൻ അംഗവുമായ ഡോക്ടർ ബാബു പറമ്പത്ത് 2010 നിർമ്മിച്ച ഈ വീടിന് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ആണ് ബഹുമതി പ്രഖ്യാപിച്ചത്. പരിസ്ഥിതി സമത്വത്തിന്റെയും സുസ്ഥിരതയുടെയും മാതൃകയാണ് മേടയെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ CWRDM ശാസ്ത്രജ്ഞ ഡോക്ടർ KV ശ്രുതി പറഞ്ഞു. സൗരോർജ്ജ പാനൽ, ബയോഗ്യാസ്, ഇതിൽ നിന്നുള്ള ജൈവവളം ഉപയോഗിച്ച് 10 സെന്റ് വീട്ടുവളപ്പിൽ നടത്തുന്ന കൃഷി എന്നിവയും വീട്ടുവളപ്പിലെ വൃക്ഷ സമൃദ്ധിയുമാണ്
മേഡയെ കാർബൺ സന്തുലിത ഭവനം എന്ന പദവിയിലേക്ക് നയിച്ചത്. CWRDM തയ്യാറാക്കിയ മേഡ കാർബൺ സന്തുലിത ഭവന റിപ്പോർട്ട് മേയർ ബീന ഫിലിപ്പ് പ്രകാശനം ചെയ്തു. എന്തായാലും ബാബു ഇപ്പോൾ പറഞ്ഞതുപോലെ അംഗീകാരത്തിൽ നിന്ന് അംഗീകാരത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നതാണ് ബാബു ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ഒക്കെ തന്നെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ബാബു. നമ്മുടെ ജീവിതം പോലുമല്ല, നമ്മുടെ ജീവൻ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങളാണ്. ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. അതിനാവശ്യമായ കാര്യങ്ങളിലാണ് ബാബു മുഴുകിയിരിക്കുന്നത്. അജ്ഞത കൊണ്ട് ആണ് പല കാര്യങ്ങളും നമ്മൾ തെറ്റായി ചെയ്തു പോകുന്നത്. STP ഒക്കെ വരുമ്പോൾ ആൾക്കാർ എതിർക്കുന്നത് അവർ അജ്ഞത കൊണ്ടാണ്. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് പല ഭാഗത്തുകൂടി പറഞ്ഞ് അവരെ മനസ്സിലാക്കുക എന്നതാണ് ശരിയായ ഒരു പുരോഗമന സമീപനമുള്ള സമൂഹത്തിന്റെ ആവശ്യം. കഷ്ടം എന്ന് തന്നെ പറയട്ടെ, നമ്മുടെ നാട്ടിൽ എന്തിലും രാഷ്ട്രീയം കണ്ടെത്തുക, അത് നമ്മൾ നശിപ്പിക്കും. കേരളം ഇന്ന് വരെ നേടിയ എല്ലാ പുരോഗതിയിൽ നിന്നും കേരളം പിന്നോട്ടടിക്കും. CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് P. സാമുവേൽ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള മദ്രസ ടീച്ചേഴ്സ് യൂണിയൻ രൂപീകരിച്ചു. കണ്ണൂർ ആസ്ഥാനമായാണ് സംഘടന രൂപീകരിച്ചത്. മദ്രസ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ മദ്രസ ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത ആളുകൾക്ക് അർഹതപ്പെട്ട പെൻഷൻ, അതുപോലെ വിവാഹ ധനസഹായം, അതുപോലെ തന്നെ അവരുടെ മക്കൾക്കുള്ളതായിരിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങള്, അതുപോലെ തന്നെ അവർക്ക് വീട് വെക്കേണ്ട ആവശ്യത്തിലുള്ള ലോണുകള്, ഇതൊക്കെ അതിന്റെ യഥാവിധി നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. 1-2 മാസമായി ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ടില്ല. ജൂൺ ജൂലൈ മാസത്തിലെ പെൻഷൻ പുസ്തകമായി കിട്ടിയിട്ടില്ല. 2000-ഓളം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. വർഷങ്ങളായി വിവിധ ആനുകൂല്യങ്ങൾക്കായി സമർപ്പിച്ചുള്ള അപേക്ഷകൾ പരിഗണിച്ച് പ്രാപ്തമായ നടപടി സ്വീകരിക്കണം. വർഷങ്ങളായി നിർത്തിവെക്കപ്പെട്ട പലിശരഹിത ഭവന വായ്പക്കുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് നടപ്പിലാക്കുക. അംഗങ്ങളുടെ അംശാദായം പെൻഷൻ വാങ്ങുന്ന തുടക്കത്തിൽ തന്നെ തിരിച്ചു നൽകുക. എല്ലാ വിഭാഗം മദ്രസകളിലെയും അധ്യാപകരെ ഉൾപ്പെടുത്തി കണ്ണൂർ ആസ്ഥാനമായി പുതിയ സംഘടന രൂപീകരിച്ചു. കേരള മദ്രസ ടീച്ചേഴ്സ് യൂണിയൻ എന്ന സംഘടനയിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി ഇതുവരെ 2000-ഓളം മദ്രസ അധ്യാപകർ അംഗങ്ങളായതായി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ അംഗങ്ങളായി 28,000-ഓളം പേരുണ്ടെന്നും ഇവരെല്ലാം ഈ സംഘടനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അൽ കാസിമി അരീക്കോടും കോർഡിനേറ്റർ അഫ്സൽ മൗലവി കണ്ണൂരും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chemanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി മഴക്കാല കർക്കടക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് വിജിലൻസ് സൂപ്രണ്ട് ഓഫ് പോലീസ് KP അബ്ദുൾ റസാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും കാലിക്കറ്റ് പ്രസ് ക്ലബും അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ വൈദ്യരത്നം ഔഷധശാലയുടെ കോഴിക്കോട് ട്രീറ്റ്മെന്റ് സെന്ററും ചേർന്ന് മാധ്യമപ്രവർത്തകർക്കു വേണ്ടി മഴക്കാല കർക്കടക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ സന്ദീപ് കെ, ഡോക്ടർ KS വിമൽകുമാർ, ഡോക്ടർ റീജ മനോജ്, ഡോക്ടർ അനുശ്രീ ഇ, ഡോക്ടർ റിതിമ KA, ഡോക്ടർ വിദ്യാലക്ഷ്മി V എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർ കൺസൾട്ടേഷനോടൊപ്പം സൗജന്യമായി ആയുർവേദ ഔഷധങ്ങളും കർക്കടക ഔഷധ കഞ്ഞി വിതരണവും സമകാലിക ആയുർവേദം എന്ന വിഷയത്തിൽ മാവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈജു ഒല്ലാക്കോടിന്റെ നേതൃത്വത്തിൽ ചർച്ചയും നടന്നു. കോഴിക്കോട് വിജിലൻസ് സൂപ്രണ്ട് ഓഫ് പോലീസ് KP അബ്ദുൾ റസാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പറഞ്ഞ പോലെ നമ്മളെല്ലാം ജീവിതശൈലി എന്ന് പറയുമെങ്കിലും ജീവിതശൈലിയും നമുക്ക് നമ്മൾ വിചാരിച്ചാൽ തീരുമാനിക്കാൻ പറ്റും എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഏത് ജീവിതശൈലി സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ചില ദിവസമൊക്കെ പോലീസ്, എനിക്കറിയാം പോലീസിൽ ചില ദിവസമൊക്കെ നൈറ്റ് ഡ്യൂട്ടിയും മറ്റേ തിരക്കും തൊഴിലൊക്കെ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള സമയത്ത് ഒരു ഫിസിക്കൽ എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും യോഗയോ ഇതൊക്കെ നമ്മുടെ ആരോഗ്യം എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അത് തീരുമാനിക്കാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ചികിത്സയും ബാക്കിയുള്ള രോഗങ്ങളും. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഡോക്ടർ സന്ദീപ് K സ്വാഗതം പറഞ്ഞു. പ്രസ് ക്ലബ് സെക്രട്ടറി PK സജിത്ത്, അസോസിയേഷൻ സംസ്ഥാന മാനുഫാക്ചറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മനോജ് കാളൂർ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അഭിലാഷ് BG, സംസ്ഥാന മീഡിയ കമ്മിറ്റി കൺവീനർ ആൻഡ് വൈദ്യരത്നം സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ KS വിമൽകുമാർ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ സന്ദീപ് K എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അഞ്ജു കൃഷ്ണ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 21 മുതൽ 23 വരെ നടക്കും. കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിലാണ് പരിപാടി നടക്കുക എന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. സ്റ്റേജ് ഇനത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വ്യക്തിയെ കലാരത്നമായും സ്റ്റേജ് ഇതര ഇനത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വ്യക്തിയെ സർഗപ്രതിഭയായും തെരഞ്ഞെടുക്കുന്ന വിധത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗ്രൂപ്പ് ഇനങ്ങൾക്കും വ്യക്തിഗത ഇനങ്ങൾക്കും A ഗ്രേഡ് നേടുന്ന ടീമിന് ഗ്രൂപ്പ് ആണെങ്കിൽ 7500 രൂപയും വ്യക്തിഗത ഇനങ്ങളിൽ A ഗ്രേഡ് നേടുന്നവർക്ക് 3000 രൂപയും ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. ഓഗസ്റ്റ് 21 ഈ കലോത്സവത്തിന്റെ മുന്നോടിയായി വർണ്ണശബളമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഫ്ലാഷ് മോബ്, മറ്റനുബന്ധ പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. സാമൂഹിക നീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 21 മുതൽ 23 വരെ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നടക്കുമെന്ന് മന്ത്രി R ബിന്ദു അറിയിച്ചു. കലോത്സവത്തിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പാക്കിയ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ദേശീയ സമ്മേളനം 21 നടക്കും. ട്രാൻസ്ജെൻഡർ ക്വയർ സംബന്ധിയായ വിഷയങ്ങളിൽ പാനൽ ചർച്ചകളും ട്രാൻസ്ജെൻഡർ വിഷയം പ്രമേയമാക്കിയ ചലച്ചിത്രോത്സവം മേളയുടെ ആദ്യ ദിനത്തിൽ നടക്കും. 22-23 തീയതികളിൽ വിവിധ കലാവതരണങ്ങൾ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KV ഗംഗാധരൻ മാസ്റ്റർ റെഡ് ക്രോസ് അവാർഡ് സലീം വട്ടക്കിണറിന് സമ്മാനിച്ചു. കോഴിക്കോട് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവും ജൂനിയർ റെഡ് ക്രോസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന KV ഗംഗാധരൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ബ്രാഞ്ച് ഏർപ്പെടുത്തിയ KV ഗംഗാധരൻ മാസ്റ്റർ റെഡ് ക്രോസ് അവാർഡ് സലീം വട്ടക്കിണറിന് സമ്മാനിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പുരസ്കാരം കൈമാറി. തെരുവിൽ ഒറ്റപ്പെട്ടവരുടെ പുനരധിവാസം, സൗജന്യ ഭക്ഷണ വിതരണം, രക്തദാനം, അവയവദാനം, ആരോഗ്യ സേവനങ്ങൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, സ്ത്രീധന വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് സലീം വട്ടക്കിണറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. കോഴിക്കോട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു.
മയക്കുമരുന്നിന്റെ ഉപയോഗവും അതുകൊണ്ട് വ്യക്തികളുടെ ചെറുതാക്കാൻ നമുക്ക് നോക്കാം. സമൂഹത്തെ ആകെ വളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഇതേപോലെയുള്ള ഏറ്റവും വലിയ മാനസിക സംഘടന, മാനസിക പ്രവർത്തനങ്ങൾ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ മാടഞ്ചേരി സത്യനാഥൻ, വൈസ് ചെയർമാൻമാരായ ഷാൻ കട്ടിപ്പാറ, ടി.എ. അശോകൻ, ട്രഷറർ രഞ്ജി കുറുപ്പ്, മാനേജിംഗ് കമ്മിറ്റി അംഗം സിന്ധു സൈമൺ, ജൂറി ചെയർമാൻ കെ രാജൻ, കോഴിക്കോട് തഹസിൽദാർ എം പ്രേംലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സനിൽ ദേവിന്റെ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. പെൻസിലും പേനയും ഉപയോഗിച്ച് വരച്ച 100ഓളം ചിത്രങ്ങളാണ് കോഴിക്കോട് ഗുരുകുലം ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചത്. 1970 മുതൽ പെൻസിലും പേനയും വരച്ച 100ഓളം ചിത്രങ്ങളാണ് കോഴിക്കോട് മാനാഞ്ചിറ ഗുരുകുലം ആർട്ട് ഗാലറിയിൽ നൊസ്റ്റാൾജിയ എന്ന പേരിൽ ആർട്ടിസ്റ്റ് സനൽ ദീപിന്റെ പ്രദർശനത്തിനുള്ളത്. രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ നടന്മാരും എഴുത്തുകാരും സംഗീതജ്ഞരും ഉൾപ്പെടെ സനൽ ദീപിന്റെ ക്യാൻവാസിൽ ജീവസുറ്റു നിൽക്കുന്നു. പ്രേം നസീർ, മധു, ജയൻ, ഷീല, മമ്മൂട്ടി, മോഹൻലാൽ, യേശുദാസ്, SK പൊറ്റക്കാട്, AKG എന്ന് വേണ്ട അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ VS അച്യുതാനന്ദൻ വരെ ക്യാൻവാസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6ാം വയസ്സ് മുതലാണ് സനൽദീപ് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ കാലഘട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഗൃഹാതിർത്ത് എന്നാണ്. നൊസ്റ്റാൾജിയ, പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രദർശനമാണ്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് ഒരു പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും പഴയ ആൾക്കാരെ ഓർമ്മിക്കുകയും അതിൽ ചില മുഖങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവും, ചിലപ്പം അതിൽ വിട്ടുപോയ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രശസ്തനായ ഹാം റേഡിയോ ഓപ്പറേറ്റർ കൂടിയാണ് കോഴിക്കോട് കണ്ണഞ്ചേരി സ്വദേശിയായ സനൽദീപ്. 1993 ശബരിമല തീർത്ഥാടകർ കൽപ്പറ്റയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടപ്പോൾ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വിവരങ്ങൾ ബന്ധുക്കളെ അറിയിക്കാൻ സനലിന്റെ ഹാം റേഡിയോ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ് എന്നിവയെല്ലാം ഉണ്ടായപ്പോഴും സനൽദീപിന്റെ സഹായമുണ്ടായിരുന്നു. കേരള ഗ്രാമീണ ബാങ്ക് സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത സനൽദീപിന് ഈ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മാനാഞ്ചിറ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ഗുരുകുലം ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. HD വരുത്കാർ അവാർഡ് തൊറാസിക് സർജൻ ഡോക്ടർ നാസഫ് യൂസുഫിന്. 30 വർഷമായി ഇന്ത്യയിലെ സർജറി രംഗത്ത് നടത്തിയ സേവനങ്ങൾ കണക്കിലെടുത്താണ് അവാർഡ്.
പ്രഥമ HD വലുത്കർ ഒറേഷൻ അവാർഡ് പ്രമുഖ തൊറാസിക് സർജനും കോഴിക്കോട് സ്വദേശിയുമായ ഡോക്ടർ നാസർ യൂസഫിന് ലഭിച്ചു. 30 വർഷമായി ഇന്ത്യയിലെ തൊറാസിക് സർജറി രംഗത്ത് ഇദ്ദേഹം നടത്തിയ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഇദ്ദേഹത്തെ അവാർഡിന് തിരഞ്ഞെടുത്തത്. നാഷണൽ കോളേജ് ഓഫ് ചെസ്റ്റ് ഫിസിഷ്യൻസ്, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ബ്രോങ്കോളജി, ട്യൂബർകുലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, തൊറാസിക് എൻഡോസ്കോപ്പി സൊസൈറ്റി ഓഫ് ഇന്ത്യ തുടങ്ങിയ നിരവധി സംഘടനകൾ ഇദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്ര രംഗത്തെ സേവനം മുൻനിർത്തി വിവിധ പുരസ്കാരങ്ങൾ നൽകി ഇതിനു മുൻപും ആദരിച്ചിട്ടുണ്ട്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. നിലവിൽ കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലും കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിലുമാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. യുണൈറ്റഡ് അക്കാദമി ഓഫ് ബ്രോങ്കോ പൾമണറി മെഡിസിൻ ഇന്ത്യ ഗാസിയാബാദിൽ സംഘടിപ്പിച്ച ബ്രോങ്കോ പൾമണറി വേൾഡ് കോൺഗ്രസിൽ വെച്ച് അവാർഡ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BN ഗംഗാധരനും നീതി ആയോഗ് മെമ്പർ ഡോക്ടർ VK പോളും ചേർന്ന് സമ്മാനിച്ചു. ശേഷം 30 വർഷത്തെ ഒരു തൊറാസിക് സർജന്റെ പൾമനോളജിസ്റ്റുകളോടൊപ്പമുള്ള വെല്ലുവിളികളും ബുദ്ധിമുട്ടും നിറഞ്ഞ യാത്ര എന്ന വിഷയത്തിൽ ഡോക്ടർ നാസർ യൂസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണക്കാലത്ത് മുഴുവൻ കാർഡുടമകൾക്കും മാവേലി സ്റ്റോർ വഴി 25 രൂപയ്ക്ക് 20 കിലോ അരി കൂടി ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് ഔദ്യോഗികമായി കാർബൺ സംതുലിത പദവി ലഭിക്കുന്ന ആദ്യ വീടെന്ന ബഹുമതി വേങ്ങേരിയിലെ മേടയ്ക്ക്. മദ്രസ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് കേരള മദ്രസ ടീച്ചേഴ്സ് യൂണിയൻ. ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 21 മുതൽ 23 വരെ കോഴിക്കോട് നടക്കുമെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chamanur International Jewelers.